ഒരുപാട് സന്തോഷമുണ്ട് വന്ന് കാണാൻ പറ്റിയത്. ബിക്കോസ് പഴയ ഇത്രയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയാണ്. അപ്പം ആ തിയേറ്ററിൽ വന്ന് കാണാമെന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഐ ഫീൽ ലൈക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്കൊന്നും അത്രയും പഴയ സിനിമകളൊന്നും അവർ കണ്ടിട്ടില്ല, എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. സോ ഇറ്റ് വാസ് ആക്ച്വലി റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ഭയങ്കര ബ്രില്യൻറ്റ് മൂവിയാണ്, ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. സിനിമ ഓരോരുത്തർക്കും ഓരോ പോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വളരെ നല്ല ബാല്യത്തിൽ തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതൊരു സാധാരണ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വാൾപ്പേറ്റക്കൊണ്ടൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണുന്നു. ഇന്ന് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ബോധ്യത്തോടെ കാണുമ്പം ഈ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ചന്തുവിൻ്റെ കഥാപാത്രം ഗുരുവേ നമ എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് മുന്നേ നടന്ന ഗുരുക്കന്മാർ, അവരുടെ ഒരു ഹരിഹരൻ സാറിനെ പോലുള്ള ഇതിൻ്റെ ഡയറക്ടർ സാർ, ഇതിൻ്റെ നിർമ്മാതാക്കൾ, അവരുടെ എല്ലാം വലിയൊരു അധ്വാനം. ഇപ്പം നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വിനയത്തോടെ മാത്രമേ ഈ സിനിമയെ നോക്കിക്കാണാൻ പറ്റുള്ളൂ, അനുഭവത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഒരു വലിയ കലാസൃഷ്ടി, അതിഗംഭീരമായി. വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ സിനിമ പോലെ കാണാം, കണ്ടിട്ടുള്ളവർക്ക് ഒരു വലിയ ഓർമ്മകളായി വീണ്ടും ഒരു പ്രൊഡക്റ്റ് കാണാം. അത്തരത്തിലുള്ള സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കൊല്ലത്തെ ഞാനിപ്പോൾ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്തൊരു, പക്ഷേ അതിലും വേർത്തായിട്ടുള്ള ഒരു പടം സിനിമ വൈസ്. ഇതൊരു ഇഷ്ടപ്പെടുന്ന മലയാളം സ്നേഹിക്കുന്ന MT സാറിനെ സ്നേഹിക്കുന്ന, മമ്മൂക്കനെ സ്നേഹിക്കുന്ന, രാജേന്ദ്രബാബുവിനെ സ്നേഹിക്കുന്ന, ഹരിഹരനെ സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഇത് നോക്കണം. ഞാൻ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ മൂവീസിലുണ്ടെങ്കിലും ഇത് ഞാൻ ഇത്രയും എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം ഐ എം എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മമ്മൂക്കാരെ നാളെ വിളിക്കും. എന്തൊരു പെർഫെക്ഷൻ അന്നെങ്ങനെ ഈ സിനിമ എടുത്തു എനിക്കറിയില്ല. ഇത് ഇന്നത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ സ്വകാര്യ അഹങ്കാരത്തോട് പറയാം. പ്ലീസ് വാച്ച്. വെരി നൈസ്. വളരെ നല്ല പടം. പണ്ട് നന്നായിരുന്നു, ഇപ്പോഴും വളരെ നന്നായിട്ടുണ്ട്. ക്വാളിറ്റി വെരി നൈസ്, വളരെ നന്നായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ക്വാളിറ്റി. എല്ലാം കൊണ്ടും നല്ലൊരു സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടഗംഭീര അത് പലതവണ യൂട്യൂബിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള പടമാണ്. പക്ഷേ മലയാള സിനിമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് ഫിലിമാണ് എവർ. ഒരു എന്താ പറയുക, ഒരു അഭിനയിക്കുന്നവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പെട്ടവർക്കും ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി ക്ലാസ്സാണ് ഈ പടം. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. ഭയങ്കര സൗണ്ട് ക്ലാരിറ്റി, അടിപൊളി എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ഓരോ സിനിമാ പ്രേമികളും ഓരോ മലയാളികളും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സിനിമയാണ് വടക്കൻ. പറഞ്ഞ് ഒന്നും പറയാൻ ബാക്കിയില്ലല്ലോ. നമുക്ക് എന്താണെന്നുള്ളത് വന്ന് കാണട്ടെ ഇപ്പോഴത്തെ പിള്ളേർ. അല്ല, ഈ സിനിമയ്ക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ശരിക്കും ഞെട്ടി തിരിച്ചു പോയി. കാരണം വളരെ ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ട്, അപ്പം അന്നൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ പിന്നെ ഒരു മുഴുവൻ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി ഇവർ ബാനറിൽ എനിക്കൊരു പടം ചെയ്യാൻ പറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ ഞാൻ ഇവർ 3 പേര്, സ്റ്റീവിൻ്റെ, ചെറുക്ക, ഷീനൊക്കെ ശരിക്കും ഇവർ 3 പേര് അപ്രിഷ്യേറ്റ് ചെയ്തെങ്കിൽ ഒരു സിനിമ വീണ്ടും കാണിക്കുക. ഭയങ്കര ക്വാളിറ്റി, സ്ക്രിപ്റ്റിംഗ്, ഒന്നും പറയാനില്ല. വേറെ ലെവൽ പരിപാടി. ഭയങ്കര ഞാനൊരു ഓരോ കാലങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. പക്ഷേ അതിനേക്കാൾ ഇമ്പാക്റ്റ് സൗണ്ടും അതുപോലെ തന്നെ കളറും എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും അതിനേക്കാൾ ഒരുപാട് ഉണ്ടാവും. പുതുതായിട്ടൊരു സിനിമ കാണുന്നതല്ല, പെർഫെക്ഷൻ അധികം വരെ.